അപ്പോൾ നമുക്ക് കട്ട് വർക്ക് നോക്കിയാലോ. കട്ട് വർക്കിനായി ഞാൻ ഇതുപോലെ കോളങ്ങൾ വരച്ചെടുത്തിട്ടുണ്ട്. അതിലാണ് 2 രീതിയിലുള്ള കട്ട് വർക്കാണെന്ന് കാണിക്കാൻ പോകുന്നത്. നമുക്കതൊന്ന് നോക്കിയാലോ. ആദ്യം ഞാൻ നമ്മുടെ സ്കാലപ്പൊക്കെ ചെയ്യും പോലെ ഒരേ വീതിക്ക് ജസ്റ്റ് ഒന്ന് എല്ലാം ഔട്ട്ലൈൻ എല്ലാം കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അതെന്ത് ചെയ്യാം, ഒന്നുകിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ സാധാരണ നമ്മൾ സ്കാലപ്പൊക്കെ ചെയ്യും പോലെ നമുക്ക് എത്രയാണോ വീതി വേണ്ടത് അതനുസരിച്ച് വീതി അഡ്ജസ്റ്റ് ചെയ്ത ശേഷം നമുക്കിതുപോലെ ഞാൻ ഇപ്പോൾ ഒരു 3 കോളം അല്ലേ, 3 കോളമാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ സ്കാലപ്പ് ചെയ്യുന്നത് പോലെ, സ്കാലപ്പ് വരച്ചിരിക്കുന്ന അതേ ഷേപ്പിന് കൊണ്ടുപോകും പോലെ തന്നെയാണ് ഇതും നമ്മൾ വരച്ചിരിക്കുന്ന അതേ ഷേപ്പിന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ കണ്ടു, ഇതിൽ ചെറിയ ഗ്യാപ്പ് വീണിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ച് അതേപോലെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് ഫില്ലായി വരും. നമ്മുടെ സ്കാലപ്പ് ചെയ്യുമ്പോഴായാലും ഇതുപോലെ തന്നെയാണ്. 1 2 തവണ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റിച്ച് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് കുറച്ചുകൂടെ അത് കാണാൻ ഒത്തിരി ഭംഗിയായിട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ തിരിയാൻ നേരത്ത് ഇതുപോലെ നിർത്തിയിട്ട് വേണം തിരിയാൻ, അല്ലാതെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ട് തിരിക്കാൻ നിൽക്കല്ലേ. നമ്മളിതുപോലെ നീഡിൽ വെച്ച് നിർത്തിയ ശേഷം തിരിഞ്ഞ് ഈ കാണുന്ന രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ പണി കിട്ടാറുണ്ട് ചില സമയങ്ങളിൽ. നീഡിൽ ഒടിഞ്ഞു. അപ്പോൾ നമുക്ക് നീഡിൽ മാറ്റിയിടാം. കണ്ടോ, അടുത്തതുപോലെ നമ്മൾ വീണ്ടും ബാക്കിലോട്ട് വന്ന് തിരിച്ച് അതുപോലെ ഒന്ന് സ്പീഡ് കൊടുത്തിട്ട് വീണ്ടും തിരിച്ചിട്ട് ബാക്കിലോട്ട് പോകുന്നുണ്ട്. കണ്ടോ. അപ്പം എന്ത് ചെയ്യും, അവിടുത്തെ ഒരു ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ബെൽറ്റും ചെറിയ പണി തന്നിട്ടുണ്ട്. അതൊന്ന് ലൂസായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പീഡും അതനുസരിച്ച് കുറയുകയും കൂടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ അപ്പോൾ 2-3 പേര് ഓൺലൈൻ ക്ലാസ്സായിട്ട് മിഷൻ എംബ്രോയ്ഡറി പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ട് എന്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ ഇട്ടേക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, മെസ്സേജ് ഇടുക. അപ്പോൾ ആദ്യം നിങ്ങൾ ഇതൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കുറേയൊക്കെ കണ്ട് പഠിക്കാൻ ശ്രമിച്ച് നോക്കുക. ഇതും പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഓൺലൈനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ പഠിക്കാൻ എന്ത് ചെയ്യുക, ചേരുക. ഞാൻ എങ്ങനെയാണോ അവിടെ പോയി പഠിച്ചത് ആ രീതിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് മിഷൻ പരിചയപ്പെടുത്തുന്നത് തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ തന്നെ പഠിച്ച സ്റ്റിച്ചുകൾ വെച്ചിട്ട് 3 ടൈമായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 3 മന്ത് കോഴ്സാണ് ഉദ്ദേശിക്കുന്നത്. അത് ഓരോരുത്തർ പഠിച്ച് തീരും പോലെ ഇരിക്കും, 3 മാസമൊക്കെ. അപ്പോൾ ചില ആൾക്കാർക്ക് പെട്ടെന്ന് കൈതെളിഞ്ഞെടുക്കും മെഷീനിൽ. അപ്പം ഒരു സ്റ്റിച്ച് പെട്ടെന്ന് കൈതെളിഞ്ഞെടുക്കുന്നെങ്കിൽ അതനുസരിച്ച് അടുത്ത സ്റ്റിച്ചിലോട്ടല്ലേ നമ്മൾ പോകുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് എങ്കിൽ പെട്ടെന്ന് 3 മാസം വേണ്ടി വരില്ല. ഇത് ഒന്നിത്തിരി പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ മെഷീൻ ഉള്ളവരായിരിക്കുമല്ലോ ഇത് പഠിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ പഠിക്കുന്ന സ്റ്റിച്ച് എന്ത് ചെയ്യുക, അത് നന്നായിട്ട് കുറേ നേരം എന്ത് ചെയ്യുക, വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത് ഇന്ന് വർക്ക് ചെയ്തിട്ട് ഇന്നും ശരിയായില്ലെങ്കിൽ പിറ്റേ ദിവസവും ഇത് തന്നെ കണ്ടിന്യൂസ് ചെയ്യുക. അങ്ങനെ ഞാൻ വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അല്ലാത്ത ഡൗട്ടുകളുണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ കോൾ വഴിയും എന്ത് ചെയ്യുക, ലൈവ് ക്ലാസ് വഴിയും നമുക്ക് നോക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഡീറ്റെയിൽസിനായിട്ട് അന്വേഷിക്കുക. ബാക്കി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് തിരിച്ചു വരാം. ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത രണ്ട് കോളവും ഫില്ല് ചെയ്തെടുക്കാൻ പോവുകയാണ്. നമുക്കിതുപോലെ എന്താണ് കട്ട് വർക്ക് ടോയിൻ വെച്ചിട്ടും ചെയ്യാം, അല്ലാതെ ഇങ്ങനെയും ചെയ്യാം. അങ്ങനെ 2-3 രീതിയിൽ. അല്ലാതെ നമ്മളിങ്ങനെ കോളം വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് കട്ട് ചെയ്ത് വിട്ടിട്ട് ബാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ അടുത്ത വീഡിയോസിൽ അത് ഉൾപ്പെടുത്താം, അങ്ങനത്തെ കട്ട് വർക്ക് വീഡിയോസ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. അതിലൊരു മെത്തേഡാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇത് കണ്ട് നിങ്ങൾക്ക് ഇത് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീട്ടിൽ മെഷീൻ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. അതുമല്ല
എന്തെങ്കിലും ഡൗട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റിലൂടെ അറിയിക്കുക. അതുമല്ല നിങ്ങൾക്ക് ക്ലാസ്സിന് ചേരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെയും ചെയ്യുക. ഇതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നമുക്ക് സോൾഡറിങ് ആയാലും ഇതുപോലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്താണ് കറണ്ടിൽ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചാൽ മതി, അത് ഹോൾ വരും. ഇപ്പോൾ എൻ്റെ സോൾഡറിങ് ആണ് ഇല്ലാതായിരിക്കുന്നതിൻ്റെ ആ ഒരു നിപ്പ് ഭാഗം പോയിരിക്കുന്നു. അതിന് പകരം ഞാൻ വേറെ ഇത് കാണിച്ചു തരാം. ഇത് സോൾഡറിങ് ആയി വാങ്ങുന്നതിന് മുമ്പ് ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഷാംബ്രാണി തിരി വെച്ചിട്ടാണ്. ഞാൻ പണ്ട് സോൾഡറിങ് ആയാണ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഈ ഷാംബ്രാണി തിരിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ നമ്മുടെ കട്ട് വർക്കിനായിട്ട് ഇതുപോലെ ഒരു ക്ലോത്ത് കൊണ്ട് നമ്മുടെ കയ്യിൽ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ തീപ്പൊരി വരുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് തുടച്ച് കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് തുടച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡാർക്ക് കളറ് പെട്ടെന്ന് പോവും. അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിപ്പം ആർക്കെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ള തുണിയിലാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ നമ്മളിങ്ങനെ ഒരുക്കുന്ന ഭാഗത്ത് ഇതിൻ്റെ തീപ്പൊരിയോ വല്ലതും ബാലൻസ് ഉള്ള ഭാഗത്ത് വീണാൽ പിന്നെ തീർന്നു, നോക്കേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം നമ്മളിത് ഹോളിടാൻ വേണ്ടിയിട്ട്. ഇതാ കണ്ടു, ഇതുപോലെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക. അതിൻ്റെ ആ ഒരു കനൽ വരുമ്പോഴത്തേക്ക് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഓരോ അറ്റത്തും കാണിച്ച് ഉരുക്കി കൊടുത്ത് ഓരോ കോളവും എന്ത് ചെയ്യുക, ഉരുക്കി എടുക്കുക. ഇതാ കണ്ടോ, ഇതുപോലെ പറഞ്ഞതുപോലെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി തുണിയൊക്കെ മാറ്റി വെച്ചതിന് ശേഷം അടിയിൽ ഇതുപോലെ ഞാൻ ഒരു ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ വല്ലതും എടുത്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ബാലൻസ് തുണിയിലോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ തുണിയിലോ വല്ലതും ഇതിൻ്റെ കനൽ വീഴും. നമ്മളിങ്ങനെ ഊതിയൊക്കെ ചെയ്യുമ്പോഴോ ഇത് നമ്മളിങ്ങനെ കുത്തുമ്പോഴത്തേക്ക് ചിലപ്പം അതിൻ്റെ കനലൊന്ന് ഒടിയും. അപ്പോഴത്തേക്ക് അതുകൊണ്ട് ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ, കട്ട് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് കട്ട് വർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ നമുക്ക് വേറെ ഏതെങ്കിലും ക്ലോത്ത് വേണമെങ്കിലും വയ്ക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.